ഇന്ന് കറിയൊന്നുമില്ലാതെ തന്നെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഗോതമ്പ് ദോശയുടെ റെസിപ്പി നോക്കാം. അതിനായിട്ട് 1.5 കപ്പ് ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ആദ്യം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഒന്ന് കലക്കിയെടുക്കാം. മൊത്തം ഒരു 2 കപ്പോളം വെള്ളം വേണ്ടി വരും. ഞാനിപ്പോൾ ഒരു 2 കപ്പ് വെള്ളത്തിലാണ് ഇത് കലക്കിയെടുത്തത്. ദോശമാവിനേക്കാളും കുറച്ചുകൂടി കട്ടിയായിട്ടുള്ളൊരു ബാറ്ററായിട്ട് കലക്കിയെടുക്കണം. അപ്പോൾ ഇതാണ് മാവിൻ്റെ കൺസിസ്റ്റൻസി. ഇനി 3 മുട്ടയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ വീതം സവാളയും തക്കാളിയും ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളകും കുറച്ച് മല്ലിയിലയും പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചതച്ചമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി പാനിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിൽ മുട്ടയുടെ മിക്സ് ഓരോ സ്പൂൺ ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെക്കാം. ഒന്ന് വെന്ത് വന്നാൽ നമുക്ക് മൂടി തുറന്നിട്ട് അതിന് മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ആ സൈഡും കൂടി കുക്കായി വന്നാൽ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അടിപൊളിയാണ്, ട്രൈ ചെയ്യണേ.